ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാക്ക്യാർഡ് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. തണുപ്പ് കാലാവസ്ഥയൊക്കെ മാറി ഇപ്പം ചൂട് കാലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നൊരു സ്പ്രിംഗ് ക്ലീനിങ് നടത്താനുണ്ട് കേട്ടോ. എല്ലാ വർഷവും ഞാൻ ഇങ്ങനെ ഒരു ഫ്രണ്ട് യാർഡും ബാക്ക് യാർഡും ഒരു ഡീപ്പ് ക്ലീനിങ് നടത്താറുള്ളതാണ്. ബാക്ക്യാർഡ് ഫുള്ളായിട്ട് ഉണങ്ങിയ ഇലകളും കഴിഞ്ഞ കൊല്ലത്തെ കൃഷി ചെയ്ത പച്ചക്കറികളായ ഉണങ്ങിയ വെണ്ടയും വെള്ളരിയുടെ വള്ളികളും എല്ലാം പറിച്ചു മാറ്റണം. ഇനി അടുത്ത കൃഷിക്കായി ബാക്ക്യാർഡ് എല്ലാം വൃത്തിയാക്കി ഇടണം. ഈ ഫ്ലവർ ബെഡിൽ മുഴുവൻ വെണ്ടത്തണ്ട് ഉണങ്ങി നിൽപ്പുണ്ട്. അവ മുഴുവൻ നന്നായി ക്ലീൻ ചെയ്യണം. അതിനായി ആദ്യം വെണ്ടയുടെ തണ്ട് ഒടിച്ചെടുത്ത് കളയണം. പിന്നീട് ചുവടോടെ പറിച്ചെടുക്കാം. ചില വെണ്ടയുടെ തണ്ട് നല്ല ബലമാണ്, വലിച്ചു പറിച്ചെടുക്കാൻ നല്ല പാടായിരുന്നു. വെണ്ടയുടെ തണ്ടുകളെല്ലാം പറിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി ഈ ഫ്ലവർ ബെഡിൽ നിറയെ ഉണങ്ങിയ ഇലകളും ചെറിയ കമ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു. അവയെല്ലാം നന്നായി നമുക്ക് നീക്കം ചെയ്തെടുക്കാം. ഇനി ഈ പറിച്ചെടുത്ത വേസ്റ്റുകളെല്ലാം നമുക്ക് ഈ കറുത്ത ട്രാഷ് ബാഗിലേക്ക് വാരി നിറയ്ക്കാം. ഞാൻ പറമ്പിലെ ക്ലീനിങ്ങിനായി ഈ തരത്തിലുള്ള കറുത്ത ട്രാഷ് ബാഗാണ് വാങ്ങുന്നത്. ഇത് കഴിഞ്ഞ കൊല്ലം പറമ്പിൽ ഉണ്ടായിരുന്ന കത്രിക്കയുടെയും വഴുതനയുടെയും ചെടിയാണ്. അവ ഉണങ്ങി നിൽക്കുന്നതാണ്. അത് നമുക്ക് പറിച്ചു മാറ്റാം. ഇത് കണ്ടോ, ഈ വാഴയുടെ ചുവട്ടിൽ നിന്ന് പുതിയ 3 കിളിർപ്പുകൾ വരുന്നുണ്ട്. ഇനി അടുത്തതായി ക്ലീൻ ചെയ്യാനുള്ളത് വാഴയാണ്. തണുപ്പിൽ വാഴയുടെ ചുവട് വരെ കരിഞ്ഞുണങ്ങി നിൽപ്പുണ്ട്. വാഴയുടെ ചുവട്ടിൽ മൾച്ചിട്ട് കൊടുക്കുന്നത് കൊണ്ട് ചുവട് ഉണങ്ങിപ്പോകാതെ ഇരുന്നു കൊള്ളും. വാഴയുടെ ഉണങ്ങിയ തണ്ട് ചുവട്ടിൽ നിന്ന് തന്നെ ഒരു കത്തി വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ വാഴയും ഞാൻ ഇതുപോലെ തന്നെ തണ്ട് മുറിച്ച് കളഞ്ഞു. ഇനി നന്നായി വാഴ നനച്ചു കൊടുക്കണം. ഇനി ഈ വേസ്റ്റുകളെല്ലാം നമുക്ക് ഈ ട്രാഷ് ബാഗിലേക്ക് വാരി നിറയ്ക്കാം. ഇനി ഈ മരത്തിൻ്റെ ചുവട് മുഴുവൻ ഉണങ്ങിയ ഇലകൾ കുന്നുകൂടി കിടപ്പുണ്ട്. അവയൊക്കെ നമുക്കൊരു റേക്ക് വെച്ചിട്ട് അടിച്ച് വാരിയെടുക്കാം. ഈ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു ചെറിയ സ്ഥലത്ത് നിന്ന് ഇത്രയും ഇലകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവയെല്ലാം ഈ ട്രാഷ് ബാഗിലേക്ക് നമുക്ക് വാരി നിറയ്ക്കാം. ഇത് രണ്ടും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ വാഴയുടെ ചുവടാണ്. പിന്നെ ഇത് ആപ്പിൾ ട്രീ ആണ്. ഈ കമ്പിൽ ചെറുതായിട്ട് ഇലകൾ കിളിർത്തു വരുന്നുണ്ട്. ഇത് ഒരു ഫിഗ് മരമാണ്. ചെറുതായി ഇലകൾ വരുന്നുണ്ട്. പിന്നെ ഈ 2 ചട്ടിയിലും മിൻറ്റ് ലീവ്സ് ആണ്. അവയും ചെറുതായിട്ട് കിളിർത്ത് തുടങ്ങിയിട്ടുണ്ട്. വീടിൻ്റെ ബാക്ക്യാർഡ് ക്ലീനിങ് മുഴുവൻ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. ഇനി ചെറുതായിട്ട് കൃഷിപ്പണികൾ എല്ലാം തുടങ്ങാം. ഇത്രയുമൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.